ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ബോട്ടിലാട്ടിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. പക്ഷേ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടും പലർക്കും ഷോപ്പിലൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പലർക്കും ഇതൊക്കെ മേടിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ കുറച്ച് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അവർക്കൊന്ന് ഹായ് പറഞ്ഞിട്ട് വരാം. ഓക്കെ, ഹായ് റൂത്ത്, ഹായ് ശാലിനി, ഹായ് ഷിഫ, ഹായ് സോന, ഹായ് ഷഹ്മിയ, ഹായ് ഹെൽപ്പ, ഹായ് പാർവതി. അപ്പോൾ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടുകാർ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇനി തൊട്ട് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ആയിരിക്കും കേട്ടോ ഹായ് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളും അടുത്ത വീഡിയോ മുതൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് പറയാം. നമ്മളുടെ പെയിന്റ് ബ്രഷ് ആണ്. അപ്പം പലരുടെയും പെയിന്റ് ബ്രഷൊക്കെ നാശമായിട്ടുണ്ട് എന്ന് എനിക്ക് കമൻറ്റുകൾ വന്നു. അപ്പം അതിനെ പറ്റിയൊക്കെ പറയുന്നു പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെയിന്റ് ബ്രഷ് ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പെയിന്റ് ബ്രഷൊക്കെ നാശമായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം ഇതാണ് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് ചകിരിയാണ്. എന്താ നിങ്ങൾ പറയാമെന്നറിയില്ല. നമ്മളുടെ തൃശ്ശൂർക്കാർ ഇതിനെ ചകിരി എന്നാണ് പറയുക കേട്ടോ. തൃശ്ശൂർ ഇതിനെ ചകിരി എന്നാണ് പറയുക. നമ്മുടെ നാളികേരത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ ഈ സംഭവം. അപ്പം നമുക്കിതൊരു പേപ്പറിലോട്ട് വെക്കാം. ഇതിൽ നിറച്ച് പൊടിയൊക്കെ വീഴും. അപ്പം ഇതിങ്ങനെ വെക്കാം കേട്ടോ. അപ്പം ഈ ഒരു ചകിരി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പെയിന്റ് ബ്രഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ നാളികേരം പൊളിച്ചെടുത്തിട്ട് ആ നാളികേരത്തിൻ്റെ മുകളിലുള്ള ആ ചകിരിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നാളികേരം നമ്മൾ പൊളിച്ചെടുക്കില്ലേ, അതായത് നമ്മുടെ കോക്കനട്ട്, ഇത് പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ചകിരിയില്ലേ, ഇതാണ് നമ്മൾ ബ്രഷ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ള ചകിരി ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ ചകിരി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ താഴത്തെ ഭാഗത്തൊക്കെ അത്ര നല്ല ചകിരി ആയിരിക്കില്ല. അപ്പോൾ എനിക്ക് ഈ പൊളിക്കുന്നത് നാളികേരം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കോക്കനട്ടൊന്നും എന്താ നാളികേരത്തിനും വേറെ പേരൊക്കെ പലയിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനെ മാത്രമാണ് ഇവിടെ എനിക്ക് നാളികേരം മേടിക്കാൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ചകിരിയുടെ ഭാഗം ഇങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മുകളിലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം, ആ ഭാഗം നമ്മളൊരു ഹെയർ കോമ്പ് വെച്ചിട്ട്, നമ്മളുടെ ഹെയറൊക്കെ കോമ്പ് ചെയ്യുന്ന കോമ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ താഴത്തെ ഭാഗവും നല്ല കട്ടിയായിരിക്കും. അത് കൈകൊണ്ടൊന്ന് ഇങ്ങനെ പിച്ചി കൊടുത്തതിന് ശേഷം അത് നമ്മളൊരു കോമ്പ് വെച്ചൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കാം. ആ ഭാഗം നമ്മൾ അത്ര അധികം കോമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മാത്രം മതി. പക്ഷേ ആ ചകിരിയുടെ മുകളിൽ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ പെയിന്റ് ബ്രഷിന് നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ കോമ്പ് വെച്ച് കോമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പൊടികളൊക്കെ പോയിട്ട് നമ്മളുടെ ആ ചകിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ചകിരിക്ക് പകരമായിട്ട് നമുക്ക് പുല്ലിൻ്റെ ചൂലുണ്ടല്ലോ, ആ ചൂലിലത്തെ പുല്ല് യൂസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ബ്രൂം അടിച്ചു വരുന്ന നമ്മളെ ചൂല്, പ്ലാസ്റ്റിക്കിൻ്റെ ചൂലുകളുണ്ടല്ലോ, അങ്ങനത്തെ ചൂലിൻ്റെ ആ ബ്രഷസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് പെയിൻറ്റ് ബ്രഷ് ഉണ്ടാക്കാം. അതുപോലെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷുകൾ പഴയതുണ്ടെങ്കിൽ അതിൻ്റെ ബ്രിസൽസ് ഊരിയെടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ബ്രഷ് ഉണ്ടാക്കാം. ഈ ചകിരിക്ക് പകരമായിട്ട് നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ പെയിൻറ്റ് ബ്രഷുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. സിന്തറ്റിക് പെയിൻറ്റ് ബ്രഷ്, പോളിസ്റ്റർ പെയിൻറ്റ് ബ്രഷ്, വൂൾ പെയിൻറ്റ് ബ്രഷ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പെയിൻറ്റ് ബ്രഷസ് ഉണ്ട്. അതായത് ഒക്കെ ബ്രിസൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പെയിൻറ്റ് ബ്രഷുകളൊക്കെ പല ടൈപ്പ് ഓഫ് പെയിൻറ്റ് ബ്രഷസ്. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്ന പെയിൻറ്റ് ബ്രഷ്, അതുപോലെ അക്രിലിക് പെയിൻറ്റിൻ്റെ പെയിൻറ്റ് ബ്രഷ്, അങ്ങനെയൊക്കെ പല ഡിഫറെൻറ്റ് പെയിൻറ്റ് ബ്രഷസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചകിരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇതും നമ്മൾ ബ്രിസൽസ് മാറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറും ഡിഫറെൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിലിറ്റി എന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ പുല്ലിൻ്റെ ചൂലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലിന്നോ, അതല്ലെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന നമ്മളുടെ വോളൊക്കെ പെയിൻ്റ് അടിക്കുന്ന വലിയ ബ്രഷില്ലേ, അതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത്രത്തോളം നമ്മൾ ആ ചകിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ ചോപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്തത്.
ഇത് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ റൗണ്ടായിട്ട് വെക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് ചെറുതാക്കി ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ഇതുമ്മ വെക്കാനായിട്ട്. എന്നിട്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ചകിരിയുടെ അല്ലെങ്കിൽ ഈ ബ്രിസൽസിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് ബ്രഷ് എത്രത്തോളം തിക്കിൽ വേണോ അതിനനുസരിച്ച് നമ്മൾ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് നൂല് വെച്ച് ആദ്യം ഒന്ന് കെട്ടിക്കൊടുക്കുക. റൗണ്ടിൽ ആദ്യം ആ ബ്രിസൽസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ചുറ്റി കെട്ടിക്കൊടുക്കുക. നല്ല ഉറച്ച് കെട്ടിക്കൊടുക്കണം കേട്ടോ. അതിനുശേഷം അവിടെ നന്നായിട്ടൊന്ന് ഗ്ലൂവും ഇട്ട് കൊടുക്കണം നമ്മൾ. എന്നിട്ട് വീണ്ടും ഒന്ന് കോംബ് ചെയ്തിട്ട് ഇതിൻ്റെ ബ്രിസൽസ് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിക്നെസ് നമുക്ക് ഹെയർ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്ത് ഹെയറിൻ്റെ നമ്പർ കുറച്ചും കൂട്ടി എടുത്തിട്ട് നമ്മൾ ബ്രിസൽസ് വെച്ച് കൊടുക്കുക കേട്ടോ. പെയിൻ ബ്രഷിന് 1, 2, 3, 0 ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂട്ടിയും കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എടുക്കുക. അപ്പോൾ നമ്മുടെ പെയിൻ ബ്രഷിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒരു സിൽവറും ഗോൾഡൊക്കെ കവറിങ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്തിട്ട് ജസ്റ്റ് ഗ്ലൂ ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് അതിനെ ഒട്ടിച്ചു കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഏതെങ്കിലും ഹോട്ട് ഗ്ലൂസോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിത് ഈ ബിസ്ക്കറ്റിൻ്റെ കവറാകുമ്പോൾ പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ അത് ഒട്ടിക്കിട്ടാൻ പെട്ടെന്ന് ഒട്ടാനായിട്ട് അങ്ങനത്തെ ഗ്ലൂകളായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ആ ബ്രിസൽസ് നൂല് കെട്ടിക്കഴിഞ്ഞിട്ട് അവിടെയും ഗ്ലൂ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ അത് പറഞ്ഞു പോരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ പരിപാടി. വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ പെയിൻറ്റ് ബ്രഷ് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഇനി ഇങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ബ്രഷിൻ്റെ ബ്രിസൽസ് സോഫ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല ഇതിൻ്റെ തുമ്പത്ത് നമ്മൾ ഒന്ന് കുറച്ച് നേരം ആയിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ ഒരു ദിവസം ഇട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് ഉണക്കിയെടുത്തിട്ട് കോംബ് ചെയ്താലും നല്ലതാണ്. ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഈ ബ്രഷിൽ ഒന്ന് ഇതെടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ആദ്യത്തെ പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇതായിരിക്കും നമ്മുടെ ആ ബ്രിസൽസ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണ്ടേ അതിന്. അത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ബ്രിസൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ നമ്മുടെ ടെക്സ്ചറൊക്കെ. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ മുകളിലത്തെ ഭാഗം എടുക്കുക, താഴത്തെ ഈ ഭാഗം എടുക്കരുത് കേട്ടോ. അതിന് കുറച്ചുകൂടെ കട്ടിയായിരിക്കും. ഈ സോഫ്റ്റ് ഭാഗം വേണം നമ്മൾ പെയിൻറ്റ് ബ്രഷ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പെയിൻറ്റ് ബ്രഷ് ഇല്ലാത്തവരൊക്കെ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നാശമായിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ കുട്ടികളായിട്ടുള്ളവർക്കൊക്കെ കുറച്ച് പേര് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പെയിൻറ്റ് ബ്രഷ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അവർക്ക് നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ട്രയലൊക്കെ പഠിപ്പിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. ഈ സ്റ്റിക്കിന് പകരം എന്തെങ്കിലും പെൻസിലോ പെന്നോ അല്ലെങ്കിൽ ഒരു കമ്പോ കഷ്ണോ ആയാലും മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.